അരികിലെ പുതുമന്ദാരമായി വിടരുന്നീ ഉണരുവാൻ കൊതി തോന്നുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ഈ ഐസ് റോളർ വെച്ചിട്ട് ഒന്ന് ഫേസിലൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് വാങ്ങിയിട്ട് ഒരു 2-3 പ്രാവശ്യം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടു. പിന്നെ ഇപ്പാണ് ഇതൊന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും കടലക്കറിയാണ്. ഈ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടുണ്ടായിട്ടാ അങ്ങനെ. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പണി ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്യാസ് ഇങ്ങനെ സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ തുടക്കൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന ഒരേ ഒരു പണി എന്ന് പറയുന്നത് ഇതിരിക്കും ചിലപ്പോൾ പുരയിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മാക്കൊന്ന് ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിനി. അപ്പം അന്നേയും കൂടി വിളിച്ച്, അപ്പം ഇത്തത്തെ പോകുന്ന വഴിക്ക് നമ്മൾ ടൗണിൽ ഇറങ്ങുന്നതാണ്. അപ്പം ടൗണിലും പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഞാനിങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചതാണ്. എനിക്ക് ഇങ്ങനെ മയത്ത് പുറത്തിറങ്ങുന്നത് ഇഷ്ടമേ. പിന്നെ പുരയിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ബാങ്കിൽ ആവശ്യവും ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പുരക്ക് വന്ന്. പിന്നെ എനിക്ക് കുറച്ച് ഫ്രെയിംസിൻ്റെ ഫോട്ടോസെല്ലാം എടുക്കാനുണ്ടായിനി. എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫുള്ള് ഷൂട്ട് ആയിരിക്കും. ഒന്നെങ്കിൽ ഡ്രസ്സിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഹാമ്പറിൻ്റെ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എടുക്കാനുണ്ടാവും എപ്പോഴും. പിന്നെ ഈ ഡ്രസ്സിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അത് അയൺ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കുറച്ച് മെനക്കെട്ട പണിയാണ് ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാമെന്നും എഡിറ്റ് ചെയ്യാമെന്നും പറഞ്ഞാൽ അതിന് കുറേ ടൈം എടുക്കും. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ ഫ്രഷ് ആകുമ്പോൾ ഇത് ഞാൻ നെയ്ക്കിൻ്റെ വാങ്ങിയൊരു ലോഫാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഡ്രാമ കണ്ടിരുന്നു. എനിക്ക് പാകിസ്ഥാനി ഡ്രാമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതന്നെ കാണലധികം. ഇതിപ്പോൾ വേറെ പുതിയൊരു സീരീസാണ്. അപ്പോൾ അതാണ് എപ്പിസോഡ് 1 കാണുന്നത്. പിന്നെ ഒരു 4 മണിയെല്ലാം ആയിട്ടാകുമ്പോൾ പിന്നെ ഉമ്മാൻ്റെ കുടുംബശ്രീൻ്റെ പൈസ ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കൊടുക്കലേ. എന്നിട്ട് ഞാൻ ഒപ്പിട്ടിട്ട് വരും. അപ്പം അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. എനിക്ക് ഡ്രസ്സിൻ്റെ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിന്. ഇപ്പം ഞാൻ എൻ്റെ പേജിൽ കുർത്തീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഇൻസ്റ്റയിലെല്ലാം ട്രെൻഡിങ്ങിലുണ്ടായിട്ട് ആ സമയത്ത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. മീഷോയിൽ നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അങ്ങനെ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഈ കാണുന്ന സാധനമെല്ലാം അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിയത്. ഇത് എല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്യലില്ല. ഇതിൽ കുറച്ചെണ്ണം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. കുറച്ചെണ്ണമെല്ലാം നെയ്ക്കെന്നുള്ള ഫ്രീ കിട്ടിയതാണ്. പിന്നെ ഈ വിഷ് കെയറിൻ്റെ ഷാമ്പൂ കണ്ടീഷണർ ഇപ്പം ഞാൻ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായത് ലോറിയലിൻ്റെ ഷാമ്പൂ ആണ്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതന്നെ യൂസ് ചെയ്തുകൊണ്ടുണ്ടായി. അതൊരു 2 ബോട്ടിലെല്ലാം ഞാൻ യൂസ് ചെയ്തിന്. പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും ഇനി മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ വിഷ് കെയറിൻ്റെ വാങ്ങിയതാണ്. പിന്നെ ഇത് ലോറിയലിൻ്റെ സ്പാ ക്രീമാണ്. ഇതും ഒരു 2-3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടു. ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ കുറേ സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ടെന്നല്ലോ. ഞാൻ ഇതിൽ ഇപ്പോഴാണ് വാങ്ങി തുടങ്ങിയത്. മുമ്പ് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ട്. മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായത് ഡോവിൻ്റെ ഒരു ക്രീമും ഫേസ് വാഷൊന്നും ഉണ്ടായിട്ടേ ഇല്ല. സോപ്പാണ് ഇടലുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും നെയ്ക്കുന്ന ഫ്രീ ഇട്ടലി വിഷ് കെയറിൻ്റെ സൺസ്ക്രീന് ഇതെൻ്റെ കയ്യിൽ 4-5 എണ്ണം ഉണ്ട്. എപ്പോഴും ഇതന്നെ ഫ്രീ കിട്ടില്ല. അധികം ഒരിക്കാൻ പറ്റും പ്ലമ്മിൻ്റെ ഒരു സിറം കിട്ടീന്. പിന്നെ ഡോക്ടർ ഉഷത്തിൻ്റെ സൺസ്ക്രീൻ അത് എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇനി പിന്നെ ഇതെല്ലാം ഇതിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇത് വെക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ അന്നൊരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സിൽ വാങ്ങിയിട്ടുണ്ടായിനി. അപ്പം ഇത് വെച്ചിട്ട് പകുതിയായിട്ടാകുമ്പോൾ അത് ഓർമ്മ വന്നേ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് ആദ്യമേ അതിൽ വെച്ച്. എൻ്റെ കയ്യിൽ അധികം നോക്കിക്കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ്സ് ആണില്ലേ, പ്ലമ്മിൻ്റെയും ഡോക്ടർ ഉഷത്തിൻ്റെയും. പിന്നെ ഡോട്ടാനിക്കിൻ്റെ സൺസ്ക്രീനും ടിൻറ്റഡ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും. പിന്നെ അതിൽ ലാസ്റ്റത്തെ തട്ടിൽ ഞാൻ വിചാരിച്ച് ഈ ആൻഡ് സ്ട്രൈറ്റ്നറും ക്രിമ്പറും ഉണ്ടായിന് അത് വെക്കാന്ന്. ഇതിലെവിടെയോ മൂലൊക്കെ വെച്ചിട്ടുണ്ടായതാണ്. പൊടി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ തുടച്ചെടുത്തതാണ്. എല്ലാം ഏകദേശം വെക്കുമ്പം കുറച്ചെല്ലാം ഫില്ലായിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ കുറേ ഇല്ല. ഈ ലാക്മിൻ്റെ ന്യൂഡ് ഡിസ്റ്റിൻ്റെ 2-3 എണ്ണം ഉണ്ട്. പിന്നെ മാസിൻ്റെ സെയിം ഷെയ്ഡ് തന്നെ. പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്സും ഉണ്ടായിന്. അപ്പം ഞാൻ അതും അതിൽ തന്നെ വെച്ചതാണ്. പിന്നെ ബെല്ല വിറ്റിൻ്റെ പെർഫ്യൂം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പെർഫ്യൂം ഞാൻ അങ്ങനെ എനിക്കായിട്ട് വാങ്ങലില്ല. ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി അത് തന്നെ എനിക്ക് ക്യാൻസലായി. എന്താ അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഫ്ലവർ വെച്ചതാണ്. അപ്പോഴത്തേക്ക് കുറേ ലേറ്റായിന്. അങ്ങനെ പിന്നെ രാത്രി ഫുഡെല്ലാം കഴിച്ച്